ഇതിനകത്ത് രേണുവിന്റെ നേരത്തെ ഇൻസ്റ്റയിലെ പേജ് രേണു സുധി എന്ന് തന്നെയായിരുന്നു. ഇപ്പോഴത്തത് ചേഞ്ച് ചെയ്ത് അനുശ്രീ പി എന്നുള്ള രീതിയിലാണ്. തന്നെ നല്ലൊരു എമൗണ്ട് ചെലവ്. ആ എമൗണ്ട് ചെലവാക്കണമെങ്കിൽ അതിന് നല്ലൊരു ഉദ്ദേശം വേണം. നല്ല ഉദ്ദേശമല്ല, ഇൻകം എന്നുള്ള രീതിയിൽ ഉദ്ദേശം വേണം. മനസ്സിലായോ? രേണു സുധിയുടെ ഫേസ്ബുക്ക് അടിച്ചുപോയ സന്തോഷ വാർത്ത നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇത് അടിച്ചു പോയതാണോ അതോ ആരോ ഹാക്ക് ചെയ്തതാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാനിവിടെ സൈഡിൽ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം. ഇതിനകത്ത് രേണുവിന്റെ നേരത്തെ ഇൻസ്റ്റയിലെ പേജ് രേണു സുധി എന്ന് തന്നെയായിരുന്നു. ഇപ്പോഴത്തത് ചേഞ്ച് ചെയ്ത് അനുശ്രീ പി എന്നുള്ള രീതിയിലാക്കിയിട്ടുണ്ട്. സാധാരണ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഈ ആരെങ്കിലുമൊക്കെ ഈ പേജ് ഹാക്ക് ചെയ്യുമ്പോഴായിരുന്നു. എന്തായാലും എന്ത് തന്നെ ആയാലും ഒരുപാട് പേർക്ക് ഇത് ഭയങ്കര സന്തോഷമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം രേണു ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ സമയത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെങ്ങനെയെങ്കിലും അടിച്ചു കളയണം, അല്ലെങ്കിൽ അത് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇൻസ്റ്റാഗ്രാം അടിച്ചു കളയാൻ പറ്റിയില്ലെങ്കിലും വേറെ നാട്ടുകാർ ഫേസ്ബുക്കിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാര്യം ചില്ലറയും ചില്ലുവാനും അപരാധമൊന്നും അല്ലടെ ഇവർ കാണിക്കുന്നത്. ഇവരുടെ സബ്സ്ക്രിപ്ഷനകത്ത് കിടക്കുന്ന ഫോട്ടോസൊക്കെ ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കാം. ഇതിനകത്ത് നിന്ന് ഇവരെന്താണ് ഈ സ്ത്രീ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു മാതാപിതാക്കളും ഒരു മക്കളും സഹിക്കത്തില്ല. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. നന്നായാൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലാതെ ഇതിൽ കൂടുതലൊന്നും ഞങ്ങളാരും നിങ്ങളെ ഉപദേശിക്കുന്നില്ല. കാര്യം ഞങ്ങൾ ആരുമല്ല നിങ്ങളെ ഉപദേശിക്കാനായിട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം എന്തും കാണിക്കാം എന്നുള്ളൊരു രീതിയിലോട്ടാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രേണുവിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് പുതിയൊരു വോയിസ് കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഷഫീന ബീവിയുടെ ചാനലിലാണ് വോയിസ് വന്നിരിക്കുന്നത്. നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം. നഷ്ടപ്പെട്ട് റൂമിൽ ഇരുന്നിട്ട് റൂം റെന്റും കൊടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ആളുകൾ എങ്ങനെയെങ്കിലും വീടെത്താന്ന് പിടിക്കുന്നവർക്ക് 5000 സംതിങ് ആണ് ഇപ്പൊ നമ്മൾ യുദ്ധം നിർത്തിയതിന്റെ മുമ്പ് വരെയുള്ള സമയം. ആ സമയത്താണ് ഈ വരവും പോക്കെന്ന് ആലോചിക്കണം. ഇവിടെ ഇപ്പൊ ഏറ്റവും വലിയ ബിസിനസ് ആയിരിക്കും, റെസ്റ്റോറന്റ് ബാർ ആയിക്കോട്ടെ, ആരെക്കൊണ്ടും കഴിയില്ല. അങ്ങനെ അവളെ ഇനി ചാർട്ട് ഫ്ലൈറ്റ് എടുത്താലും ശരി, അല്ലാതെ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്ത് തന്നെ നല്ലൊരു എമൗണ്ട് ചെലവ്. ആ എമൗണ്ട് ചെലവാക്കണമെങ്കിൽ അതിന് നല്ലൊരു ഉദ്ദേശം വേണം. നല്ല ഉദ്ദേശമല്ല, ഇൻകം എന്നുള്ള രീതിയിൽ ഉദ്ദേശം വേണം. മനസ്സിലായോ? തിരിച്ചങ്ങോട്ടും പോകണ്ട, അതുപോലെ തന്നെയാണെന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും. ഇത് എത്തുമെന്നുള്ള പോലും ട്രാവൽസുകാരും എമിഗ്രൻസും പറയാം. കാരണം നിങ്ങൾ വരുന്ന സമയത്ത് ഇത് കിട്ടിക്കോളന്നില്ല, ഫ്ലൈറ്റ് കിട്ടിക്കോളാം. കാരണം വീണ്ടും അത് മാറിപ്പോവും, സമയം പോകും, മാറൊക്കെ ചെയ്യും. സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് രേണു സുധി കഴിഞ്ഞ മാസം ദുബായിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഈ ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം നടക്കുമായിരുന്നു. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും GCC കൺട്രിയിലോട്ട് ട്രാവൽ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് അവിടെ താമസിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത്രയും ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ രേണു എങ്ങനെ അവിടെ പോയി എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ പ്രധാനമായിട്ട് എല്ലാവരും ചോദിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ദുബായിൽ തന്നെയുള്ള ആൾക്കാരാണ്. കാര്യം ഇത്രയും ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ ഈ സ്ത്രീ എങ്ങനെ ഇവിടെ വന്നു, അല്ലെങ്കിൽ അവർക്ക് ട്രാവൽ ചെയ്തതിനു വേണ്ടിയുള്ള കാശ് ആര് സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യമാണ് എല്ലാവർക്കും ചോദിക്കാനുള്ളത്. കാര്യം നിങ്ങൾ ആലോചിക്കണം, ഏകദേശം 7000 8000 ദീർഘമൊക്കെ മുടക്കിയിട്ട് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പോലും ചില സമയങ്ങളിൽ ആ ടിക്കറ്റ് ക്യാൻസലായി പോകും. എത്രയോ ആൾക്കാർ അവിടെ നിൽക്കും, അവിടെ സ്റ്റക്കായിട്ട് ഇപ്പോഴും കിടപ്പുണ്ടോന്ന് അറിയോ? കാര്യം പ്രോപ്പറായിട്ട് ഫ്ലൈറ്റുകൾ ഇല്ല. കാര്യം അത്രയും ഒരു എന്താ പറയണ്ട, ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ് അവിടെ. അത് അത് നമ്മളെല്ലാവരും ഓൾറെഡി TV-യിലും കണ്ടോണ്ടിരിക്കുമല്ലേ. അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇവർക്ക് ആരുടെ ഇത്രയും കാശ് ചിലവാക്കുന്നത്? അത് മാത്രമല്ല, രേണുവിനൊക്കെ വേണ്ടി ഇത്രയും പൈസ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? രേണുവിനെ വെച്ചിട്ട് ഇത്രയും പൈസ മുടക്കി അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് ലാഭമാണ് കിട്ടുന്നത്? എനിക്ക് പിടി കിട്ടുന്നില്ല. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ചോദ്യമാണ്. ശരിക്കും രേണുവിൻ്റെ ട്രാൻസാക്ഷൻ ഉൾപ്പെടെ സകലമാന കാര്യങ്ങളും പോലീസുകാരെ ട്രാക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും, ഈ പറയുന്ന അലിഗേഷൻസ് ഒക്കെ സത്യമാണെങ്കിൽ. തിരിച്ചു പോകേണ്ടി ഇതിനൊക്കെ തയ്യാറുണ്ടെങ്കിൽ വേണമെങ്കിൽ 6000-നും 7000-നും നമ്മളൊക്കെ 2000-നും 2500-നും പണിയെടുക്കുന്നതാണ് ഷഫീന ബേബി. അപ്പോൾ നമുക്കൊക്കെ വീടെത്താൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചേക്കാം. ഇപ്പോഴും ടിക്കറ്റ് അതാ റേറ്റ്, ഒരു പക്ഷെ 1000-എങ്കിലും കുറഞ്ഞു കാണും. ആ സമയത്ത് ഈ പാപ്പിലോണ്ട് ഞാൻ പാപ്പിലോണ്ട് ഒരു ഐറ്റം ഇയാൾക്ക് അയച്ചുതരാം. അത് ഇങ്ങോട്ട് കൊണ്ടുവരാനും തിരിച്ചങ്ങോട്ട് വിടാനും ഇത്രയും എല്ലാം എത്തിപ്പെടണമെങ്കിൽ ഇതിനകത്തൊരു സത്യമുള്ളത് വിശ്വാസിക്കുന്ന ഒറ്റ വ്യക്തി ഞാൻ ആ വിശ്വാസത്തിൽ നിൽക്കുന്നു. അപ്പൊ ഇതൊരു മേഖലയാണ്. പിന്നെ നിങ്ങൾ ഇനി പറയേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ചു, ഞാൻ ഫിലിമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്രവൃത്തികളിനകത്തോട്ട് ഒരു മനുഷ്യർക്കും യോജിക്കാൻ പറ്റത്തില്ല. അപ്പം സ്വാഭാവികമായിട്ടും പല ആൾക്കാരും റിയാക്ട് ചെയ്യും. അങ്ങനെയുള്ള വോയിസ് ആണത്. അല്ലാതെ ആരെയും നമ്മൾ നിർബന്ധിച്ച് വോയിസ് ഇടിയിപ്പിക്കുകയൊന്നും അല്ല. എനിക്ക് അങ്ങനെയാണ് അത് കേട്ടിട്ട് ഫീൽ ചെയ്യുന്നത്. കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, ഈ പറയുന്ന ഷഫീന ബേബി ആയിക്കോട്ടെ, അവർ ഭയങ്കരമായിട്ട് ജെമിനി
വഴി എന്താ പറയണ്ട വോയിസ് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ പറയണ്ട, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് വായിക്കുന്നു എന്ന തരത്തിലൊക്കെ കുറേ കമൻസുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വളരെ ജെന്യൂൻ ആയിട്ടാണ് തോന്നിയത്. കാര്യം ഇവരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കായാലും ഇഷ്ടപ്പെടത്തില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഇവരുടെ വീഡിയോസ് ഇടുമ്പോൾ ഉള്ള വ്യൂവർഷിപ്പ്. വേറെ എന്ത് കോണ്ടന്റ് ഇട്ടാൽ കിട്ടും ഇത്രയും വ്യൂവർഷിപ്പ്? ഈ രേണുവിനെ ഇത്രയും ആൾക്കാർ വെറുക്കുന്നത് കൊണ്ടാണ് ഇത്രയും വ്യൂവർഷിപ്പ് വരുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഈ വ്യൂസ് കിട്ടത്തില്ല. ഏതെങ്കിലും ഒരു സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ നിങ്ങൾ ആരെങ്കിലും എടുത്തു വെച്ച് നോക്ക്, അതിനൊന്നും കാണാനായിട്ട് ആൾക്കാരില്ല, ആൾക്കാർക്ക് താല്പര്യമില്ല. നമ്മളൊക്കെ ഇത് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു കോണ്ടന്റ് ആണ്, വ്യൂവർഷിപ്പാണ്, പിന്നെ പോരാത്തതിന് ഇവർ കാണിക്കുന്ന പ്രവൃത്തിയോടെ യോജിപ്പില്ല. ഒരു കടയിൽ ഒരു സാധനം ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സാധനമേ അവർ മാക്സിമം ആ കടയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് നോക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാതെ അവിടെ കച്ചവടം ഇല്ലാത്ത സാധനം അവിടെ ഒരിക്കലും വയ്ക്കത്തില്ല. അതാണ് ഈ രേണുവിൻ്റെ വിഷയം. അതേപോലെ തന്നെയാണ് ഞങ്ങളെ പോലെയുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ. അതിൽ ബാക്കിയോടെ കേൾക്കാം. ഞാൻ എൻ്റെ ഒരു ഫാമിലി കളഞ്ഞൊരു വ്യക്തിയാണ്. ഇതൊരു മറയാണ് കേട്ടോ, അത് മനസ്സിലാക്കും. അത് എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞണം. നമുക്ക് അടിയിലൊരു പിടുത്തല്ലാത്തൊന്ന് പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അതായത് ഒരു സെലിബ്രിറ്റി ആക്കി എടുക്കുക, ഇവളെ ഒരു റിക്രൂട്ട്മെന്റ് ആക്കി എടുക്കുക എന്നുള്ളൊരു മറ ഇതിനകത്തുണ്ട്. ഈ സാധനം ഞാൻ വളരെ സത്യമാണ്. ഇതൊരു മറയാക്കിയിട്ട് വേറെ പല പരിപാടികളും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. ആരെങ്കിലും ഒരാൾ ഇനിഷ്യേറ്റീവ് എടുത്ത് രേണുവിൻ്റെ പേരിൽ കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസുകാർ തീർച്ചയായിട്ടും അന്വേഷിച്ചിരിക്കും. പ്രധാനമായിട്ട് കൊടുക്കേണ്ടത് കസ്റ്റംസിനാണ്. കാര്യം ഇതിപ്പം ഒന്നല്ല രണ്ടല്ല, ഒരുപാട് അലിഗേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ദുബായി തന്നെയുള്ള ആൾക്കാർ വരെ രേണുവിനെ പറ്റി വന്ന് പറയുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ്. ഇപ്പം ഇനിയെങ്കിലും ഈ ഒരു വിഷയത്തിൽ ആരെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു കേസ് കൊടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മനുഷ്യനും എന്തെങ്കിലും 7 മിനിറ്റാണ് ഒരു ഷോർട്ട് ഫിലിമിന്റെ ടൈം. 7 മിനിറ്റിനുള്ളിൽ തീർത്ത് കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ അതിനകത്ത് അവാർഡ്. എനിക്ക് പിന്നെ മൊമെന്റോ കിട്ടിയാണ് നല്ലൊരു ചാനലിൽ. പക്ഷെ അത് 7 മിനിറ്റിനപ്പുറം പോകാൻ പറ്റില്ല. അരമണിക്കൂർ 7 മണിക്കൂറൊക്കെ നമ്മൾ സാജു കൊടിയത്തൂരൊക്കെ അറിയാം ഇങ്ങോട്ടുള്ള. അത് അരമണിക്കൂർ ടെലിഫിലിം എന്ന് പറയുന്ന അവരെ കാരണം പിന്നെ ഈ ഫാമിലി സെന്റിമെന്റ്സ് എടുത്ത് ചെയ്യുന്ന ഒരു സംഭവം. അതൊക്കെ അതിന് ടെലിഫിലിം എന്നല്ല പറയാ, അതിനെന്താ പറയാ, എന്തോ ഓക്കെ. അപ്പൊ ഈ കുടുംബാലി പെണ്ണുങ്ങൾ അമ്മായിമ്മ പോരൊക്കെ ചെയ്യുന്നോക്കെ ഈ ദിവസം വർക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു. ഇപ്പൊ ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ത്രില്ലർ മൂവിയൊക്കെ ആയിട്ട് ഒത്തിരി വെബ് സീരീസ് എടുക്കുന്നു, അല്ലെങ്കിൽ ഒക്കെ എടുക്കുന്നു. പക്ഷെ നല്ല നല്ല ഡയറക്ടേഴ്സ് ഒക്കെ എടുക്കുന്നു, ഇപ്പൊ സിനിമയിലെത്തി എടുക്കുന്നു. പക്ഷെ ആരും സ്വന്തം പ്രൊഡക്റ്റിന്റെ പിന്നാം വശം ഒരിക്കലും പുറത്തു വിടാറില്ല. പിന്നെ ആ പ്രൊഡക്റ്റിന് വാല്യൂ ഇല്ലല്ലോ, ഉറപ്പല്ലേ? അപ്പൊ ആ പിന്നാമ്പറം ഇടുന്നതാണ് ഇവരെ ഫിനാൻഷ്യലി വാല്യൂ. അങ്ങനെ ഒരു സാധനം റിലീസ് ആവുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ല എന്ന് തന്നെ പറയാം. ഇവള് കയറി വരുന്ന സമയത്ത് വരുന്ന 1 2 സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ യൂട്യൂബിൽ കിടക്കുന്നുണ്ടാവും. പക്ഷെ ഇങ്ങനൊരു കൃത്രിമത്വം നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് എൻ്റെ ഭാഷ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ അറിയില്ല. ഇങ്ങനെ പിന്നെ ഒരു ക്രിയേറ്റിവിറ്റി കാണിച്ചിട്ട് അവള് പിന്നെ മേക്കിംഗ് ആണ് അല്ലെങ്കിൽ നടിയാണെന്നും പറഞ്ഞ് പല ലൊക്കേഷനിലും എന്തോ ഒരു ഒഴിവില്ല. അപ്പൊ ഓക്കെ, അവൾക്ക് ഒഴിവില്ലാതെ പറയും. എന്നെങ്കിലും ഒരു ഷോർട്ട് ഫിലിമുകാരനായാലും ഒരു ടെലിഫിലിം എന്തെങ്കിലും ഈ രീതിയിൽ കണ്ടിട്ടുണ്ടോ? ആശയപരമായിട്ട് ചിന്തിക്കുന്ന ഒരാളെയും കണ്ടിട്ടില്ല ഞാൻ, അല്ലെങ്കിൽ ആ രീതിയിൽ നിൽക്കുന്ന ഒരാളെയും കണ്ടിട്ടില്ല. ഒഴിവില്ലാത്ത വർക്ക് കണ്ടില്ല. A to Z ഇന്ന് ഈ ടെലിഫിലിം രേണുവിന്റെ ഏതെങ്കിലും കൊള്ളാവുന്ന ഷോർട്ട് ഫിലിംസ് ഇത്രയും നാളായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതിനെല്ലാം മാരക വ്യൂവർഷിപ്പാണ്. അതായത് ഈ സ്ത്രീയെ വെറുക്കുന്നത് കൊണ്ടാണ് ഇത്രയും വ്യൂവർഷിപ്പ്. അതല്ലാതെ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ചെയ്തിട്ടുള്ളത്? രേണുവിന് ഈ ഇത്രയും ഹൈലി പെയ്ഡ് ആയിട്ടൊക്കെ രേണുവിനെ കൊണ്ടുപോകണമെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ സംസാരിക്കുമ്പോഴാണ് നമ്മളൊക്കെ ഇതിനെ പറ്റിയിട്ട് തിങ്ക് ചെയ്യുന്നത്. എന്തായാലും രേണുവിന്റെ ഇപ്പം ഈ സബ്സ്ക്രിപ്ഷനും കൂടെ വന്ന സ്ഥിതിക്ക് അതിനകത്തും തീർച്ചയായിട്ടും അന്വേഷണം വരും. ഇടയ്ക്ക് വെച്ചിട്ട് ഈ പർപ്പിളിന്റെ കേസിനകത്ത് ഈ ഹവാല ഇടപാടുകൾ നടത്താൻ വേണ്ടിയിട്ട് ഈ സബ്സ്ക്രിപ്ഷൻസ് യൂസ് ചെയ്യുന്നു എന്നുള്ള തരത്തിലൊക്കെ എന്തോ കംപ്ലൈൻറ്റ് പോയിട്ടുണ്ടെന്ന് എനിക്കിങ്ങനെ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം രേണുവിൻ്റെ വിഷയത്തിലും ഇനി ഇത് വല്ലതും ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഫേസ്ബുക്ക് അടിച്ച് പോയ കണക്കാ ഇൻസ്റ്റാഗ്രാം അടിച്ച് പോയി കഴിഞ്ഞായിരുന്നെങ്കിൽ അങ്ങ് സമാധാനം കിട്ടിയാണ്. ഒന്നുമില്ലെങ്കിൽ ഇത് തുറക്കുമ്പോൾ നേരം വെളുത്ത വൈകുന്നേരം വരെ ഇതേ ഉള്ളൂ. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഇതൊക്കെ വെറുത്ത് കാണും. സ്വാഭാവികമായിട്ടും വന്ന് നമ്മളെ തെറി വിളിക്കുന്നതിനകത്ത് എനിക്ക് വലിയ കംപ്ലയിൻസ് ഇല്ല. കാര്യം ആരായാലും തെറി വിളിക്കും. കണ്ടിന്യൂസ്ലി ഇത് തന്നെ മാത്രമേ ഉള്ളൂ, അല്ല വേറെ എന്തോ ഉള്ളത് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇവരൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ റെലവൻ്റ് ആണ്. ഗവൺമെൻറ് അതോറിറ്റീസ് ആരെങ്കിലും ഒക്കെ തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ അന്വേഷിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടെങ്കിൽ പുറത്ത് കൊണ്ടുവരിക. കാര്യം ഒരുപാട് സെലിബ്രിറ്റീസിനെയൊക്കെ പോലീസുകാർ ഓൾറെഡി പൊക്കിയിട്ടുള്ളതാണ് ഇങ്ങനെയൊക്കെയുള്ള ഗോൾ ക്യാരിയിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പം ഇനിയും ഇങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരുന്നു ബാലഭാസ്കർ എന്ന് പറഞ്ഞാൽ.
ബാലഭാസ്കറിന്റെ മരണത്തിന് ശേഷമാണ് പല ആൾക്കാർക്കും മനസ്സിലായത് ബാലഭാസ്കർ ഇതിനകത്തെ ഒരു കണ്ണിയായിരുന്നു എന്ന്. ഷോർട്ട് ഫിലിമിൽ ആൾക്കാർ അവോയ്ഡ് ചെയ്ത സംഭവം. ആളുകൾക്ക് ഒരുപാട് ഒത്തിരി മേഖല ഉണ്ട്. അപ്പൊ ഇതിവർ ചെയ്യുന്നത് എന്താന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ലൊക്കേഷൻ എന്ന് പറയുന്ന ആ സംഭവം ക്രിയേറ്റ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ഇവരെടുക്കുന്ന കെട്ടിപ്പിടുത്തം മറ്റുള്ള കാണിച്ചിട്ട് ഇവൾ ഓൾറെഡി ബിസിയാന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് അതിന്റെ അപ്പുറത്ത് നടക്കുന്ന മറ്റൊരു സംഭവമുണ്ട്. അതാണ് നിങ്ങൾ പറഞ്ഞ ഇടത്തോട്ട് പോകുന്നത്. ആണോ അല്ലേ? അപ്പൊ അതിനകത്തൊരു ഗ്രൂപ്പ് ഉണ്ട്. ഇത് റിലീസ് ആകുന്നുണ്ടോന്നും ആരും നമ്മൾ ചിന്തിക്കുന്നില്ല. നമുക്കിത് സിനിമയല്ല. ഇത് കാത്തിരിക്കുന്നില്ല. ഇപ്പൊ ഇതിന്റെ പേര് കാത്തിരിക്കുന്നില്ല. അപ്പൊ ഈ ഗ്യാങ് എന്ന് പറയുന്നത് ഇതൊരു നല്ലൊരു ഗ്യാങ് ആണ്. എനിക്ക് കാരണം ഇതങ്ങനെ. കാരണം ഒന്നാമത്തെ ഒരു കാര്യം ആലോചിച്ചോ, ഈ സുധി എന്ന് പറയുന്നതിന് അത്യാവശ്യം കോണ്ടാക്ട് ഉണ്ട് സിനിമ ഫീൽഡിൽ. ഞാൻ നല്ല കോണ്ടാക്ട് ഉണ്ട്. എന്നെ ഒരുപാട് പറ്റിച്ച കിടക്കുന്ന ശവം പോലും, അത് ഞാൻ പറയുന്നില്ല. എങ്കിൽ കൂടി അവന് അത്ര കോണ്ടാക്ട് ഉണ്ട്. ആ കോണ്ടാക്ട് വെച്ചിട്ട് ഇവൾക്കും കോണ്ടാക്ട്, കാരണം ആ കോണ്ടാക്ട് ഒക്കെ യൂസ് ചെയ്ത് ഇവൾ വെച്ചിട്ടാ. ആ കോണ്ടാക്ട് വഴി എന്തുവേണം ആളുകളുടെ മുമ്പിൽ ഇത്ര സംഭവം പറയണം എങ്കിൽ ആ ഒരു ഇതിന്റെ പുറത്ത് യാത്രകളും വേണം. ഇത് നല്ലൊരു വിഷയം തന്നെയാണ്. ഇത് എനിക്കിടപെടാൻ, അതായത് സുധിയുടെ കോണ്ടാക്ട്സ് എല്ലാം മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് ആ കോണ്ടാക്ട്സ് വെച്ചിട്ട് വേറെ പല സ്വർണത്തിന്റെ കാര്യങ്ങളായാലും അങ്ങനെയുള്ള പല പല പരിപാടികളും നടത്തുന്നു എന്ന തരത്തിലൊക്കെയാണ് ഈ പറയുന്ന പുള്ളിക്കാരൻ പറയുന്നത്. എന്താണ് ഇതിന്റെ സത്യം എന്ന് അറിയത്തില്ല. എനിക്കൊരിക്കലും ഇത് വന്ന് സ്ഥാപിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവർ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം ഇവർക്ക് നമ്മുടെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു റിയാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് പല ആൾക്കാരും ഒന്നും വെട്ടി തുറന്ന് പറയാത്തത്. എന്തായാലും ഇതൊക്കെ അന്വേഷിക്കേണ്ടത് വേറെ ആൾക്കാരാണ്, നമ്മൾ ആരുമല്ല. എന്തായാലും പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. രേണുവിനോടുള്ള വെറുപ്പും വൈരാഗ്യവും വെച്ചിട്ട് ഇല്ലാത്ത കഥകളും കൂടി പടച്ചു വിടരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമുക്ക് എല്ലാവർക്കും രേണുവിന് ഇഷ്ടമല്ല, അതാണ് ഒരു 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 വാസ്തവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ എന്നും പറഞ്ഞിട്ട് വായി തോന്നുന്നതും കണ്ണി കണ്ടതും എല്ലാം രേണുവിന്റെ മണ്ടലോട്ട് അടിച്ചേൽപ്പിക്കുക എന്ന് പറയണതിനകത്തോട്ടും എനിക്ക് വലിയ യോജിപ്പില്ല. രേണു ചെയ്യുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് അത് കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് അതിനെ പറ്റിയിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുക എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. ഹലോ, ഇവിടെ കേൾക്കാം. പറ്റാത്തതുകൊണ്ട് ഞാൻ മാഡത്തിനോട് പറഞ്ഞെന്ന് മാത്രം. ഇതിനകത്ത് ഒന്നാമത് നിങ്ങളോട് എന്തും പറഞ്ഞാലും അപ്പം മറുപടി പറയുന്ന ആളൊന്ന് 3 ദിവസമായിട്ട് മുണ്ടില്ല. ഞാൻ നല്ല വായിച്ചു, കാരണം എനിക്ക് പേഴ്സണലി ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് വായിച്ചത്. അല്ലെങ്കിൽ ആരും വളരെ കറക്റ്റാണ് ഈ പുള്ളി പറഞ്ഞത്. ഇത്രയും ദിവസമായിട്ടും ഇത്രയും ഒരു സീരിയസ് അലിഗേഷൻ ഈ ഒരു സ്ത്രീയുടെ മണ്ടയിൽ വന്നിട്ട് ഇവർ കമാന്ന് ഒരക്ഷരം വേണ്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് അവർ മിണ്ടാത്തത്? ഒന്ന് പറഞ്ഞാൽ രണ്ടിന് ഇവർ വന്ന് പൊട്ടിത്തെറിച്ച് വീഡിയോ ഇടുന്നതാണ്. ഇവർക്കിപ്പോൾ ഒന്നും മിണ്ടാനില്ല. ഇവർ സൈലന്റ് ആണ്. അതെന്താണ് അങ്ങനെ? നിങ്ങൾ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ രേണുവിന്റെ പ്രൊഫൈൽ തന്നെ എടുത്ത് നോക്കുക. എന്തോരം വീഡിയോസ് ആണ്, എന്തിനൊരു നിസാര കമന്റ്സ് വരെ ഇവരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്ന സ്ത്രീയാണ് ഇവർ. ഇത്രയും സീരിയസ് ഇഷ്യൂ വന്നിട്ടും ഇവർക്കൊന്നും പറയാനില്ല. അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കളെയോ ഇവരുടെ വീട്ടുകാരെ ബോധിപ്പിക്കാനെങ്കിലും ഇവർ റിയാക്ട് ചെയ്യണ്ടേ? ഇവരതും ചെയ്തിട്ടില്ല. തുണി വെച്ചിട്ട് ആൾക്ക് ആരോടെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അവളെക്കാളും മോശമായിട്ട് പെരുമാറാൻ ഒത്തിരി ലേഡി ഉണ്ടല്ലോ അവിടെ. ആരോടെ എന്തെങ്കിലും നമ്മൾ റിപ്ലൈ ചെയ്യുന്നുണ്ടോ? പോട്ടെ, കല്ല്. അപ്പൊ ഇതിനകത്ത് പിന്നെ ഞാനൊക്കെ വിസിറ്റിംഗ് വിസയിൽ ഒത്തിരി സംഭവിച്ച. രണ്ടാമത്തെ വിസിറ്റിംഗ് വരുമ്പോൾ കോഴിക്കോട് നിന്ന് തന്നെ കുറച്ചോ നല്ല തടഞ്ഞു നിർത്തിയില്ല. മൂന്നാമത്തെ വരുമ്പോൾ പിന്നെ നിവർത്തില്ല. പിന്നെ എൻ്റെ എല്ലാ ചട്ടി മാങ്ങയൊക്കെ തപ്പുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ ജോലി അന്വേഷിച്ച് പോകുന്നിരുന്ന ആ സമയത്ത്. അപ്പൊ മന്തിലൊക്കെ പോകുമ്പോഴൊക്കെ അതിനകത്ത് നല്ല. അപ്പൊ ഇതിന്റെ പാപ്പിലുണ്ട്. എനിക്ക് പോലും ക്ഷണം വന്ന കാരണം ഞാൻ എരഞ്ഞോളി മൂസാക്കാന്റെ ചായക്കട എന്ന് പറയുന്ന ഷോപ്പിൽ വർക്ക് ചെയ്താൽ. ഞങ്ങളിപ്പോൾ കരാമ്പ് വന്നിട്ടുണ്ട്. കരാമ്പ് ഞാൻ ബനിയാസിൽ ഉണ്ടായിരുന്നു. ഒത്തിരി ഷോപ്പിൽ കോഴിക്കോട് റെസ്റ്റോറൻറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പോൾ ഞാൻ 10 വർഷമായിട്ട് ഉണ്ട്. ഇവളായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചാറ്റ് ഗ്രൂപ്പിലാണ്. അതിൽ എന്നെ മുമ്പിച്ചാണിത്. ഇല്ല, ഞാൻ കൊടുത്തില്ല. അതിനകത്ത് എന്താ പറയുക, ഞാൻ ഈ സുധി എന്ന് പറയുന്ന ഞാൻ അന്ന് പറഞ്ഞു വന്നത് ഇഞ്ചി മിഠായി എന്ന് പറയുന്ന ഒരു സ്കിറ്റ് കണ്ടതോടുകൂടി ഞാൻ അത് ചിരിച്ചുകൊണ്ട് അയാളെ ബന്ധപ്പെട്ടതാണ്. അതോടുകൂടി ഞാൻ അങ്ങ് പോയി. ഇപ്പൊ എനിക്ക് അവര് സ്വീകരിച്ച പണം കൊടുക്കാത്ത വ്യക്തിക്ക് ഇപ്പൊ പണം കൊടുത്ത് കാണും. പക്ഷെ ഒരു ഇത്രയും വർഷമായിട്ട്, അതായത് ഞാൻ 7 വർഷം മുമ്പത്തെ കാര്യം പറയുന്നുള്ളൂ, ഇത്രയും വർഷമായിട്ട് കൊടുക്കാത്ത വ്യക്തിക്കൊക്കെ പണം ഇപ്പൊ കൊടുത്താണ്. അപ്പൊ അതുകൊണ്ട് അതിന് വായിലുണ്ടല്ലോ. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തു എന്ന് പറയുന്ന കൈ മലത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും പറയാനില്ല. പക്ഷെ അന്നൊക്കെ മൂക്കിന് ക്യാൻസർ ഒന്നും നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പൈസക്ക് തിരിമറിച്ച് ഇവൾക്ക് 24 കിലോ വന്നു. ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ അയച്ചു തരാം. 24 കിലോ ഇവൾക്ക്. എന്തോ ക്യാൻസർ പേഷ്യന്റിന്റെ പൈസയൊക്കെ തിരുത്തി എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. സുധിയെ പറ്റിയിട്ടുള്ള അലിഗേഷൻ ആണെന്ന് തോന്നുന്നുണ്ട്. മരിച്ചുവരെ മനുഷ്യനെ പറ്റിയിട്ട് വീണ്ടും വീണ്ടും നമ്മൾ കിടന്ന് സംസാരിച്ചിട്ട് വലിയ പ്രയോജനമില്ല. എന്തായാലും എനിക്ക് പറയാനായിട്ട് ഒന്നേ ഉള്ളൂ, രേണുവിന്റെ വിഷയങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ട് കണ്ടുപിടിക്കേണ്ടത്. രേണു ഇത്തരത്തിലൊക്കെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് വെളിയിൽ കൊണ്ടുവരിക തന്നെ വേണം. അത് മാത്രമല്ല, ഇവരുടെ ആ ഒരു ഇൻസ്റ്റാഗ്രാമിന്റെ സബ്സ്ക്രിപ്ഷൻ ഒരുപാട് പിള്ളേർ
ഇപ്പോൾ ഈ ഫോണുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ വീഡിയോയിൽ എപ്പോഴും പറയുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് പേരൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. അറിയാതെ ഈ പറയുന്ന സബ്സ്ക്രിപ്ഷനിലോട്ടൊക്കെ കൈതട്ടി കയറി പേ ചെയ്ത് കയറി കഴിഞ്ഞാൽ പിള്ളേരൊന്നും ഈ പ്രായത്തിൽ കാണാൻ പറ്റാത്ത കാഴ്ചകളൊക്കെ കാണേണ്ടി വരും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ കാര്യത്തിനകത്തോട്ടൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇവരുടെ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാം എത്രയും പെട്ടെന്ന് അടിച്ചു പോണേ എന്ന് പ്രാർത്ഥിക്കുക. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.